വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ സന്ദേശങ്ങൾ നേർന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകം വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. യുദ്ധങ്ങളുടെയും വംശീയ കലാപങ്ങളുടെയും വാർത്തകളാണ് ദിനംപ്രതി നമ്മെ വേട്ടയാടുന്നത്. മനുഷ്യജീവിതത്തിന് വിലയില്ലാത്ത അവസ്ഥയും നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വിലാപവും ലോകമനസാക്ഷിയെ നടുക്കുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, ഫ്രാൻസിസ് അസീസി ആഹ്വാനം ചെയ്തതുപോലെ ശാന്തി ഉണ്ടാകാൻ, എല്ലാ മനുഷ്യരും ഐക്യത്തിൽ ജീവിക്കാൻ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ, അങ്ങനെ സാഹോദര്യത്തോടെ മനുഷ്യസ്നേഹം പ്രകടമാകുന്ന മാനുഷികതയും ദൈവികതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈശോ ഈ ഈസ്റ്റർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. യുദ്ധങ്ങളും രാഷ്ട്രീയ കലഹങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഇന്നത്തെ നേതാക്കളുടെ ഇടയിൽ യേശു വ്യത്യസ്തനാണെന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് പറഞ്ഞു. യേശു പറയുന്നു, ഞാനാണ് നല്ല ഇടയൻ. യേശുക്രിസ്തു അതിന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇവിടെ കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ ഉണ്ട്, എൻ്റെ പേര് പറഞ്ഞ് പലരും വരും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അധികാരം പിടിക്കാനായിട്ട് വാഗ്ദാനങ്ങൾ നടത്തുന്നവരെ നമുക്കറിയാം. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവരെ നമുക്കറിയാം. അതുപോലെ ഭയം വിതറുന്നു. ചില രാഷ്ട്രീയ കാര്യക്കാരെ സത്യം ചിലപ്പോഴും മറച്ചു വെക്കുന്നതായിട്ട് അറിയുന്നു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്നു. അതുപോലെ തന്നെ ഭയം ഉപയോഗിച്ച് അധികാരം നേടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയത്തിൽ ഇവിടെ നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ പ്രഘോഷണവും ആഘോഷവുമാണ് ഈസ്റ്റർ എന്ന് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. യേശുക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ജീവിച്ചു. നമുക്കും അവനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം മരണത്തെ പരാജയപ്പെടുത്തി ജീവിക്കുകയും ചെയ്യാം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര പോലെ യുദ്ധങ്ങളും വിവിധങ്ങളായിട്ടുള്ള അടിമത്തങ്ങളും സാമൂഹിക വെല്ലുവിളികളും ഒക്കെ നാം നേരിടുമ്പോൾ, അരാജകത്വം നമ്മളെ ചുറ്റും വലയം വയ്ക്കുമ്പോൾ, അവയെയും അതിനപ്പുറത്തുള്ള മരണത്തെയും തോൽപ്പിക്കാൻ കഴിവുള്ളവൻ നമുക്ക് പ്രത്യാശ നൽകുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനമെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ശാശ്വതമായ വിജയം, അന്തിമമായ വിജയം, അത് നീതിക്കും സത്യത്തിനും നന്മയ്ക്കും ധാർമ്മികതയ്ക്കും പ്രകാശത്തിനുമാണ് എന്ന് അവിടുന്ന് വിജയശീലാളിതനായിട്ട് ഉത്ഥിതനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. തിന്മയ്ക്ക് ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള വിജയമില്ല. അധാർമികതയ്ക്കും അനീതിക്കും ഇരുട്ടിനും ശാശ്വതമായിട്ടുള്ള വിജയമില്ല. ശാശ്വതമായ വിജയം നീതിക്കും ധാർമ്മികതയ്ക്കും സത്യത്തിനും നന്മയ്ക്കും പ്രകാശത്തിനുമാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV.